ഞാനിന്നുള്ളത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരടുത്തായിട്ട് ശ്രീനാരായണപുരത്തുള്ള ഇടം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഇടത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് സീ ഫുഡ് കിട്ടും, നല്ല ഫിഷസ് എല്ലാം കിട്ടും. ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ റെസ്റ്റോറൻ്റ് ഉള്ളൂ. ഉച്ചയ്ക്ക് 1 മണിക്ക് വരുമ്പോൾ ഉള്ള തിരക്കാണ് ഈ കാണുന്നത്. നമുക്ക് ചുമ്മാ വന്നിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് ഓരോ ചെയറിൻ്റെ അടുത്ത് പോയി വെയിറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാം. അതിനൊരു പ്രത്യേക സുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഇലയിലുള്ള ഊണാണ്. ഇതുപോലെ പഴമൊക്കെ ഇഷ്ടപ്പെട്ട എടുത്ത് കഴിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ വർഷങ്ങളായിട്ട് കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. അതപ്പം മോര് തൊട്ട് ബാക്കിയുള്ള ഫുഡുകളെല്ലാം ഇവിടെ നല്ല ഫ്രഷാണ്. തലേദിവസത്തെ പരിപാടികളൊന്നുമില്ല, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ സൈഡ് കറികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മേശപ്പുറത്ത് തന്നെ സൈഡ് കറികൾ വെച്ചിട്ടുണ്ട്. പല ഹോട്ടലിലും നമുക്ക് ചോറിന് ഇത്തിരി സൈഡ് കറി കിട്ടണമെന്നുണ്ടെങ്കിൽ വെയിറ്റേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇവിടെ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ സ്പെഷ്യലായിട്ട് കഴിച്ചത് ഐക്കുറയാണ്. പൂ പോലത്തെ ഒരു ഐക്കുറയാണ് എനിക്ക് കിട്ടിയത്. അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐക്കുറ. അതായത് ആ ഒരു സൈസിലുള്ള ഞാൻ കഴിച്ച ഒരു പീസിന് ഏകദേശം 400 രൂപയാണ് വില. നല്ല സാധനത്തിന് വില കൊടുക്കണം. അത് നമ്മൾക്കിപ്പം പൈസ നോക്കിയിട്ട് കാര്യമില്ല. നല്ല സൈസായിട്ടുള്ളൊരു പീസാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് ഈ ഹോട്ടലിൽ ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇല നമ്മൾ തന്നെ എടുക്കണം. ഇല എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ കഴിച്ച് കഴിഞ്ഞിട്ട് ഒറ്റ കൈ കൊണ്ട് ഇല മടക്കി എടുക്കുമ്പോൾ പകുതി ഫുഡ് വേസ്റ്റും മേശപ്പുറത്ത് കിടക്കും. പിന്നെ അത് വീണ്ടും അവർ വന്ന് ക്ലീൻ ചെയ്തിട്ടായിട്ട് വരും. അതിനേക്കാളും നല്ലത് അവർ തന്നെ വന്ന് ഇലയെടുത്ത് പോകുന്നതാണ്. പലയിടത്തും അങ്ങനെയാണ്. പലർക്കും രണ്ടഭിപ്രായം കാണും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എല്ലാം കൂടെ 570 രൂപയാണ് വന്നത്. ഇത്രയും ഫിഷസ് അവിടെ ഇന്ന് അവൈലബിൾ ആയിരുന്നു.